സംസ്ഥാന പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി 3 പദ്ധതികൾക്ക് തുടക്കമിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റോഡ് അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത AI ട്രാക്ക്, സ്മാർട്ട് പോലീസിംഗ് ഉറപ്പാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സൈബർ വാൾ എന്നീ 3 പദ്ധതികൾക്കാണ് മന്ത്രി തുടക്കമിട്ടത്. സംസ്ഥാന സർക്കാരിന്റെ 100 പരിപാടികളുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും പോലീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പദ്ധതികൾ ലക്ഷ്യമിടുന്നത്. AI ട്രാക്ക് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വികസിപ്പിച്ച സംവിധാനമാണ് AI ട്രാക്ക്. റോഡുകളിലെ അപകട സാധ്യതകളെയും ഗതാഗത സാഹചര്യങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും ആവശ്യമായ വിവരങ്ങൾ സമയബന്ധിതമായി ജനങ്ങളിലെത്തിക്കാനും കഴിയും. റോഡ് അപകടങ്ങൾ പരമാവധി കുറയ്ക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാക്കുകയുമാണ് ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. റോഡ് അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിനായി കേരള പോലീസ് നടപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളിൽ ഒന്നാണ് AI ട്രാക്ക് എന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം പോലീസിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പോലീസിന്റെ പെട്രോളിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനുമാണ് ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കുന്നത്. പോലീസിന്റെ വിവിധ പെട്രോളിംഗ് സംവിധാനങ്ങളെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഏകോപിപ്പിക്കാൻ ഇതിലൂടെ കഴിയും. പോലീസിന്റെ പെട്രോളിംഗ് പ്രവർത്തനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിലൂടെ അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ വേഗത്തിൽ ഇടപെടാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനും സാധിക്കും. സൈബർ വാൾ രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനും സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് സൈബർ വാൾ. സൈബർ സുരക്ഷാ ബോധവൽക്കരണം, വിവരങ്ങളുടെ പരിശോധന, അടിയന്തര സഹായം തുടങ്ങിയ സേവനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായി സൈബർ വാൾ പ്രവർത്തിക്കും. കേരള പോലീസിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് സംവിധാനം വികസിപ്പിച്ചത്. പുതിയ 3 സംവിധാനങ്ങളും ജനങ്ങൾക്കിടയിലെ ആശയക്കുഴപ്പവും ഒഴിവാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സഹായകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകം തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പൂർണ്ണമായും റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി AI ട്രാക്ക് ആരംഭിക്കുന്നത്. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്മാർട്ട് ബീറ്റ് പെട്രോൾ. ഇപ്പോൾ കേരള പോലീസിന് തന്നെ പോലീസ് സ്റ്റേഷൻ ബീറ്റുണ്ട്, ലോ ആൻഡ് ഓർഡർ പെട്രോളുണ്ട്, ജനമൈത്രി ബീറ്റുണ്ട്, ഹൈവേ പെട്രോളുണ്ട്, പിങ്ക് പെട്രോളുണ്ട്, പെട്രോൾ ചെക്കിംഗ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സ്മാർട്ട് ബീറ്റ് പെട്രോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും. മാത്രമല്ല, സേവനങ്ങൾ കൂടുതൽ വേഗതയിൽ ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വാർത്ത നീക്കം ചെയ്ത സംഭവത്തിൽ സംസ്ഥാന സർക്കാർ മെറ്റയോട് യാതൊരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. കേരള പോലീസ് മെറ്റയ്ക്ക് പരാതിയും നൽകിയിട്ടില്ല. ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ വാർത്ത നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വാർത്ത നീക്കം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മെറ്റയോട് തന്നെയാണ് ചോദിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ സംഭവത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല എന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ ഓണം തൂഫാൻ ഓണമാക്കുന്നതിനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും അപാകതകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ അവ തിരുത്താൻ തയ്യാറാണ്. ലഹരിമരുന്നുമായി കാസർഗോഡ് പിടിയിലായ പ്രതിക്ക് ഒരു തരത്തിലുമുള്ള ആനുകൂല്യവും നൽകില്ല. പിടിയിലാകുന്നത് താനുമായി ബന്ധമുള്ള ആളായാൽ പോലും കർശന നടപടി സ്വീകരിക്കും. ഒരാളുടെ അടുപ്പമോ അനുകമ്പയോ തൂഫാൻ വിഷയത്തിൽ പരിഗണിക്കില്ല എന്നും മുഖം നോക്കാതെ തന്നെ നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.